വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ ക്രൈസ്തവ സഭകൾ നടത്തുന്ന സമരത്തിനെതിരെ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. ബിഷപ്പുമാരുടെ പ്രസ്താവനയ്ക്കെതിരെയും വിമർശനം. സഭാ അധ്യക്ഷന്മാർ ഉയർത്തുന്ന രാജി ആവശ്യം രാഷ്ട്രീയ ആവശ്യമാണോ എന്ന് സംശയമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബിഷപ്പുമാരോട് എനിക്ക് വളരെ ബഹുമാനമാണ്. അവർ ഏറ്റവും സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്നവരാണ്, ആശ്വസിപ്പിക്കുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി പ്രത്യേകമായി പരിശീലനം ലഭിച്ച സിദ്ധിയുള്ള ആളുകളാണെന്നൊക്കെയാണ് ഞാൻ പഠിച്ചു വച്ചിട്ടുള്ളത്. ചില ഘട്ടങ്ങളിലൊക്കെ അത് അങ്ങനെയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെ തോന്നിക്കുന്നത് അവർക്കാണ് ദോഷം. സൂക്ഷിച്ച് എന്ന വാക്ക് ഞാനും ഉപയോഗിക്കില്ല. നല്ല വാക്കുകൾ പറയുന്നതല്ലേ നല്ലതെന്ന് ഞാൻ പറയും. രാജിവെക്കുക എന്ന ആവശ്യം പ്രശ്നപരിഹാരമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഇവിടെ മന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബിഷപ്പുമാർ കഴിഞ്ഞ ദിവസം വിമർശനം നടത്തിയിരുന്നു. കാരണം വന്യജീവി ആക്രമണം തടയാൻ കഴിയാത്ത മന്ത്രി രാജിവെക്കണം എന്നുള്ള തരത്തിൽ ഓർത്തഡോക്സ് സഭയടക്കമുള്ള സഭകൾ പ്രതികരിച്ചിരുന്നു. താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി രൂപതകളാണ് ഇക്കാര്യത്തിൽ പരസ്യമായി മന്ത്രിയെ വിമർശിച്ചത്. ഇങ്ങനെ ഒരു മന്ത്രി സ്ഥലത്തുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പും ചോദിച്ചിരുന്നു. ആ വിഷയത്തിലാണിപ്പോൾ വനമന്ത്രിയുടെ മറുപടി. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതായത് പല സംഘടനകൾ പ്രതിഷേധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭകളും ഇതുമായി ബന്ധപ്പെട്ട സമരമുഖത്താണ്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടൊരു സമരം നടത്തിയിരുന്നു. ആ സമരം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതായത് ആ സമരത്തിലെ ഈ മന്ത്രി രാജിവെക്കണം, കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണം മന്ത്രിയാണ് എന്നാണ് ഈ സഭകൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജിവെക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ സമരം നടത്തിയത്. ആ സമരം നടത്തിയ സമരത്തിനെതിരെയാണ് ഇപ്പോൾ മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് സഭകളുടെ സമരം സഭകൾ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, മറ്റ് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയുടെ അധ്യക്ഷന്മാർ സൗമ്യമായ ഭാഷയിലും സംസാരിക്കുന്നവരാണ്, അതോടൊപ്പം തന്നെ ആശ്വസിക്കുന്നവരാണ്, കരുണയുള്ളവരാണ്, സിദ്ധിയുള്ളവരാണ്. എന്നാൽ ചില ഘട്ടത്തിൽ അങ്ങനെയാണോ എന്ന് തനിക്ക് സംശയം തോന്നുന്നു എന്ന് പറയുന്നു. അങ്ങനെ തോന്നുന്നെങ്കിൽ അത് അവർക്കാണ് ദോഷം എന്ന രീതിയിലൊരു ഭീഷണി സ്വരമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലൊരു സ്വരവും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ സഭ അധ്യക്ഷന്മാരുടെ രാജി ആവശ്യം രാഷ്ട്രീയ ആവശ്യമാണോ എന്ന് ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ജനങ്ങൾ ഈ മലയോര മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വളരെയേറെ പ്രതിഷേധവും അവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു ന്യായമായ പ്രതിഷേധമാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ പ്രത്യക്ഷ നമ്മൾ CCTV ക്യാമറ വഴിയും അല്ലാതെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. വന്യജീവികൾ ഈ പുലിയും കടുവയും അടക്കമുള്ള ജീവികൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവരുടെ ഒരു സമരം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ന്യായമായ സമരത്തിനെതിരെ കൂടിയാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സഭകളെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സഭകൾക്കെതിരെ നിന്നുകൊണ്ട് നടത്തിക്കൊണ്ട് പരാമർശവും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇവരുടെ എന്തെങ്കിലും മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും സഭകൾക്കുണ്ടോ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നു. കാര്യം വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഇതിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, ഇതിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകളുമുണ്ട്. സഭാ നേതൃത്വം ഇനി എന്ത് പറയുന്നു എന്നതാണ് ഏറ്റവും നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ മന്ത്രിയുടെ പരാമർശം ഇതാണ്. ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നത്, ഇത്തരം സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ ജനങ്ങളുടെ സ്വത്തും ജീവിതത്തിനും സ്വത്തിനും എല്ലാം ഭീഷണി നേരിടുന്നൊരു സാഹചര്യത്തിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഈ രീതിയിലുള്ള ഒരു പരാമർശമാണ് ഉണ്ടാകുന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. വിഷയത്തിൽ ഇനി സഭാ നേതൃത്വം എന്ത് പറയുന്നു എന്നാണ് ഇനി അവർ ഉറ്റുനോക്കുന്നത്.